സീരിയലിന്റെ ക്ലൈമാക്സ് ആകാറായി എന്ന് തോന്നുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നത് ദേവ്ജിയും കൃഷും കൺമണിയും ദേവ്ജിയുടെ വീട്ടിലിരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. തുറന്ന് കൃഷ് തനിക്ക് തോന്നിയൊരു സംശയം കൺമണിയോട് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ കൺമണിയോട് എല്ലാം പറഞ്ഞിട്ട് കൺമണി ഇങ്ങനെ ചെയ്ത് ശരിയാണോ എന്ന് ചോദിച്ചത് കൺമണിയോട് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് കൺമണി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. എന്ത് കാര്യമാണ് കൺമണിക്ക് അറിയുന്നതെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അമ്മയ്ക്കും ആന്റിയമ്മയ്ക്കും കൺമണിക്കും മാത്രം അറിയാവുന്ന ആ വലിയ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് പതറുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് കള്ളം പറയുകയാണ്. കൺമണി പിന്നെ കൃഷ്ണനോട് അങ്ങനെയൊന്നുമില്ല സാർ, അത് സാറിന് തോന്നിയതായിരിക്കുമെന്ന് പറയുകയാണ്. അമ്മ ടെൻഷൻ്റെ ഇടയ്ക്ക് അറിയാതെ പറഞ്ഞു പോയതാകും, അങ്ങനെ മറ്റൊന്നുമില്ല എന്ന് പറയുകയാണ്. സാർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒന്നുമില്ല എന്നൊരു കള്ളം പറയുകയാണ്. എന്നാൽ കൺമണിയുടെ മറുപടി കേട്ട് കൃഷ്ണൻ എന്തൊരു പതികേട് തോന്നുകയാണ്. കൺമണി പറയുന്നത് പച്ചക്കള്ളമാണെന്ന് കൃഷ്ണൻ മനസ്സിലാവുകയാണ്. തുടർന്ന് കൃഷി വീണ്ടും കൺമണിയോട് കൺമണി എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി എന്താണ് സാർ അങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ സാറിൽ നിന്ന് എന്തൊളിപ്പിക്കാനാണ്, ഞാൻ ഒന്നും ഒളിപ്പിക്കുന്നില്ല, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ദേവ്ജിയോട് കൃഷ് കൺമണി പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, നമ്മളറിയാത്ത മറ്റെന്തോ വലിയ രഹസ്യം ഇവരുടെ മനസ്സിലുണ്ട്. എന്നാൽ അത് കേട്ട് ദേവ്ജി ഒന്ന് ഞെട്ടുകയാണ്. നീ എന്താണ് കൃഷി അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറയുകയാണ് ദേവ്ജി. തുറന്ന് കൃഷി പിന്നെ ദേവ്ജിയോട് കൺമണി ഇപ്പോൾ നമുക്ക് മുമ്പിൽ പറഞ്ഞത് പോലും ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല, അതുപോലും എനിക്ക് എന്തോ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, എന്തോ കള്ളമാണ് കൺമണി പറഞ്ഞതെന്ന് പറയുകയാണ് കൃഷ്. നമ്മളൊന്നും അറിയാത്ത എന്തോ വലിയ രഹസ്യം കൺമണിയുടെയും ആന്റിയമ്മയുടെയും എൻ്റെ അമ്മയുടെയും മനസ്സിലുണ്ട്, അത് എന്തുകൊണ്ടായിരിക്കും അവർ പുറത്ത് പറയാത്തത്, പേടിച്ചിട്ടായിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കും, കൺമണിയായിട്ട് പറയുന്നെങ്കിൽ പറയട്ടെ, അതല്ലെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും വഴിയിലൂടെ ഞാൻ അത് കണ്ടെത്തിയിരിക്കുമെന്ന് പറയുകയാണ് കൃഷ്. തുറന്നു കാണിക്കുന്ന സാഗറാണ്. സാഗർ വീടിനകത്ത് കഴിഞ്ഞ 2 ആഴ്ചയിലെ പോലെ പതിവ് പോലെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. തുറന്ന് കൃപയും ആന്റിയമ്മയും സുജാതയും എല്ലാം സാഗറിനെ ആശ്വസിപ്പിക്കുകയാണ്. തുറന്ന് സാഗറിന്റെ കൂടെ കൃപ അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് ആന്റിയമ്മയും സുജാതയും മുഖത്തോടെ മുഖം നോക്കി നിന്ന് കരയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് കൺമണിയുടെ വീടാണ്. കൺമണി ഓഫീസിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീടിന്റെ പുറത്ത് തന്നെ ശ്രീനിയോട്. തുറന്ന് ശ്രീനിയോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം കൺമണി പറയുകയാണ്. അമ്മായിമാരുടെ കാര്യമെല്ലാം പറയുകയാണ്. തുറന്ന് കൺമണി വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അമ്മായിമാർ രണ്ടുപേരിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. തുറന്ന് രണ്ടുപേര് കൺമണിയോട് സോറി എല്ലാം പറയുകയാണ്. തുറന്ന് കൺമണി അതൊക്കെ മറക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ വിട്ടുകള, ഇനി അതോർത്ത് ഇങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട, എന്തായാലും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ വിനയൻ മാഷിന് ശരിക്കും പണി കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് കൺമണി അമ്മായിമാരുടെ മനസ്സ് മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ വിഷമിച്ചിരുന്ന അമ്മായിമാരെ വീണ്ടും പഴയ പോലെ ഫൺ മോഡിലേക്ക് എത്തിക്കുകയാണ് കൺമണി. തുറന്ന് കാണിക്കുന്ന ആന്റിയമ്മയാണ്. ആന്റിയമ്മയ്ക്ക് ഒരു കോൾ വരികയാണ്. മാനസിയാണ് വിളിക്കുന്നത്. തുറന്ന് മാനസിന്റെ ആന്റിയമ്മയോട് എന്തായി ആന്റിയമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആന്റിയമ്മ എന്ത് വിശേഷം, ഇവിടെ ഒരു വിശേഷവും ഇല്ല എന്ന് നല്ല ഗൗരവത്തിൽ നല്ല ദേഷ്യത്തിലും മറുപടി കൊടുക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ പിന്നെ ആന്റിയമ്മയെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്താണ് ആന്റിയമ്മയുടെ സംസാരത്തിൽ ഒരു ഗൗരവം എന്ന് ചോദിക്കുകയാണ്. ആ കൃപയുടെ കാര്യം മറ്റാരോടെങ്കിലും പറയണമെന്ന് ആന്റിയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ തോന്നിയാൽ അത് എന്നോട് പറയണം, എൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുന്ന കൃപയുടെ വീഡിയോ ലോകത്തുള്ള എല്ലാവരും പിന്നെ കാണും, എനിക്കൊരു വിഷയമേ അല്ല, ആന്റിയമ്മ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണല്ല ഞാൻ, എന്ത് വൃത്തികെട്ട കളിയും എൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം, ഇനി അധിക നാളില്ല എന്ന് എനിക്കറിയാം, ഇതിപ്പോൾ അവസാന ഘട്ടത്തിലാണല്ലോ, ജയിക്കാൻ വേണ്ടി എന്ത് തറ വേല വേണമെങ്കിലും ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞ് ആന്റിയമ്മയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മാനസ ഫോൺ വെക്കുകയാണ്. തുറന്ന് കാണിക്കുന്നത് രാത്രി കൺമണിയെ കാണുന്നതിന് വേണ്ടി സുജാത കൺമണിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണെന്നാൽ ഈ സമയത്ത് സുജാതയെ രാത്രി ഈ സമയത്ത് അവിടെ കണ്ട് ശ്രീനി ഒന്ന് ടെൻഷൻ ആവുകയാണ്. തുടർന്ന് ശ്രീനിയോട് പിന്നെ സുജാത ഞാൻ കൺമണിയെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് ഈ വഴി പോയതാണ്, അപ്പോഴാണ് കൺമണിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. തുടർന്ന് ശ്രീനി അവിടെ നിന്ന് പോയ ശേഷം കൺമണിയോട് പിന്നെ സുജാത ഞാൻ ഇന്ന് രാവിലെ കൺമണിയോട് അങ്ങനെ പറഞ്ഞ മോൾക്ക് വിഷമമായിട്ട് ഞാൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. തുറന്ന് കൺമണി അതൊക്കെ എനിക്ക് മനസ്സിലായി മാഡം, എനിക്ക് മാഡത്തിന്റെ അവസ്ഥയെല്ലാം ചിന്തിച്ചാൽ മനസ്സിലാകുമെന്ന് പറയുകയാണ്. തുറന്ന് സുജാത പിന്നെ കൺമണിയോട് കൺമണിയുടെ മനസ്സിലുള്ള കാര്യം ഇനി മറ്റാരും അറിയാൻ പാടില്ല. തുറന്ന് കൺമണി ക്രിഡ്സാർ എന്ന് അതിനെ കുറിച്ച് ചോദിച്ചു, പക്ഷെ ഞാൻ അതിൽ നിന്ന് അതിവിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറി. തുറന്ന് സുജാത പിന്നെ കൺമണിയോട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ്, ജയമോഹനോടും മാനസിയോടും നമ്മളിങ്ങി ദേഷ്യപ്പെടാൻ പാടില്ല, അവരെന്ത് പറഞ്ഞാലും നമ്മളത് സമ്മതം മൂടിക്കൊടുക്കണം, എനിക്ക് മറ്റെന്തിനെക്കാട്ടും വലുത് എൻ്റെ മകളുടെ ഭാവിയാണ്, എൻ്റെ മോൾ കൃപ എങ്ങാനും ഈ സത്യമെങ്ങാനും അറിഞ്ഞാൽ അവൾ പിന്നെ ജീവിച്ചിരിക്കില്ല, അതുകൊണ്ട് മാനസികയുടെ വൃത്തികെട്ട അച്ഛൻ ജയമോഹനും കാണിക്കുന്ന എന്ത് തോന്നിയാസവും നമ്മളിങ്ങി കണ്ടില്ലെന്ന് നടിക്കണം. അങ്ങനെ കൺമണിയെ ഉപദേശിച്ച് വഷളാക്കാൻ വന്നിരിക്കുകയാണ് സുജാത. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.